ചില തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിൽ നവജാത ശിശുവിനെ ക്ലോസറ്റിൽ യുവതി ഉപേക്ഷിച്ച സംഭവത്തിൽ കുഞ്ഞ് മരിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ക്ലോസറ്റിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്. വിവരങ്ങളുമായി ദേവൻ MP ചേരുകയാണ്. ദേവൻ, കുഞ്ഞു മരിച്ചു എന്ന് മനസ്സിലാക്കുന്നു, വിവരങ്ങൾ പറയാം. ലിനിഷ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തന്നെ കുഞ്ഞ് മരിച്ചതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ സെപ്റ്റി ടാങ്കിൽ നിന്നും ഫയർഫോഴ്സ് എത്തി ഈ കുഞ്ഞിനെ പുറത്തെടുക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞിന് ഇത്തരം ഒരു അവസ്ഥയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ആശുപത്രിയിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കാത്തിരുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് തന്നെ കുഞ്ഞ് മരിച്ചിട്ടുള്ളതായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ അമ്മയ്ക്കെതിരെ കൊലപാതക കുറ്റത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് എടുത്തേക്കും എന്നുകൂടിയുള്ള വിവരം ലഭ്യമാകുന്നുണ്ട്. കുഞ്ഞിന് 6 മാസത്തോളം വളർച്ച ഉണ്ടായിരുന്നതായാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ അമ്മയ്ക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുത്തേക്കും എന്നുകൂടി നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്പസമയം മുമ്പാണ്, ഏകദേശം 9:30 കൂടിയാണ് ഈ SIT ആശുപത്രിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ കേട്ടുകഴിഞ്ഞാൽ ഒരു വിശ്വസിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ പോലും ഇത് അത്തരമൊരു ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ട് മാറുകയായിരുന്നു. അതായത് വൈകുന്നേരം 7:30 കൂടിയാണ് തിരുവല്ലം സ്വദേശിയായിട്ടുള്ള 20 വയസ്സുള്ള അവിവാഹിതയായ യുവതി ഈ മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ തന്നെ കുട്ടി ഈ അബോർഷനുള്ള മരുന്ന് കഴിച്ചിട്ടാണ് എത്തിയിരുന്നത്. തുടർന്ന് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ അതിനുശേഷം ചികിത്സ അതിനുശേഷം ആശുപത്രിയിൽ തുടരവെയാണ് ഈ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ ആശുപത്രിക്ക് പുറത്ത് ഈ സ്ത്രീകളുടെ കൂട്ടിരിപ്പുകാർ പുറത്തിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന ബാത്റൂമിനുള്ളിലേക്ക് യുവതി പ്രവേശിക്കുകയും ചെയ്തത്. തുടർന്ന് കുറച്ച് സമയത്തിന് ശേഷം ഈ യുവതി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നടന്നു പോകുന്ന വഴിയാകെ ഈ രക്തം കാണുകയും ഒപ്പം അങ്ങനെ കണ്ടുകൊണ്ട് ഇവിടെ പുറത്തിരുന്ന കൂട്ടിരിപ്പുകാർ ഈ നഴ്സുമാർ വിവരം അറിയിക്കുന്നു. തുടർന്ന് ഇവര് ഈ അമ്മയെടുത്ത് അല്ലെങ്കിൽ കുഞ്ഞിന്റെ അമ്മയെടുത്ത് ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഈ സംഭവം വിശദീകരിക്കുന്നത്. പിന്നീട് ഈ ബാത്റൂം പരിശോധിച്ച സമയത്ത് ഈ ഫ്ലഷ് ടാങ്കിനുള്ളിൽ അല്ലെങ്കിൽ ഈ ബാത്റൂമിനുള്ളിൽ തന്നെ മുഴുവൻ രക്തമായിരുന്നു. ഫ്ലഷ് ടാങ്ക് നിറഞ്ഞു കിടക്കുകയായിരുന്നു, ക്ലോസറ്റ് നിറഞ്ഞു കിടക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് പോലീസിൽ ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചു. പോലീസ് ഇവിടെ സ്ഥലത്തെത്തിയതിനു ശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും വിവരം അറിയിച്ചു. അവരെത്തിയാണ് ഈ ടാങ്ക് പൊളിക്കുന്നതും ഈ കുഞ്ഞിനെ പുറത്തെടുത്തതും. തുടർന്ന് ഇരുവരെയും ചികിത്സയ്ക്കായി അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നതനുസരിച്ച് കുഞ്ഞിന്റെ അമ്മയുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ 6 മാസത്തോളം വളർച്ചയുണ്ടായിരുന്നു കുഞ്ഞിനെന്നാണ് ഈ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുത്തേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഈ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അബോർഷനുള്ള ഗുളിക കഴിച്ചുകൊണ്ടാണ് യുവതി ഇവിടേക്ക് എത്തുന്നത്. അത്തരം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ എത്തിച്ച സമയത്തും. തുടർന്നാണ് ഇവിടെ കൂടുതൽ പരിശോധനയ്ക്കായി ഈ കുട്ടിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നതും പരിശോധന നടത്തുന്നതും. നിലവിൽ കുട്ടിയുടെ അമ്മ ഒപ്പമുണ്ടെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അമ്മയുടെയും യുവതിയുടെ എല്ലാം തന്നെ മൊഴി പോലീസ് എടുക്കുന്നുണ്ട്. അത് കൂടി പൂർത്തിയാകുമ്പോൾ ഇത് സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തത നമുക്ക് പൂർണ്ണമാക്കാൻ കഴിയും. കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സുഹൃത്തുക്കൾ ഇപ്പോൾ നിലവിൽ പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് തന്നെ കുട്ടിയുടെ ഒപ്പം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ നിലവിൽ ഏതായാലും ഈ ആശുപത്രി പരിസരത്തില്ല. അവരെ കൂടി കണ്ടെത്തേണ്ട ഒരു കാര്യമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. അത്യന്തികം ദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കേട്ടാൽ ആദ്യം വിശ്വസിക്കാൻ അല്പം പ്രയാസമായിരിക്കും. കാരണം 20 വയസ്സുകാരിയായ പെൺകുട്ടിയാണ്. ഇപ്പോൾ കുഞ്ഞു മരിച്ചിട്ടുണ്ട്. അവരുടെ മാനസികാവസ്ഥയോ ശാരീരികാവസ്ഥയോ ഒന്നും നമുക്കറിയില്ല. വിവരങ്ങളാണ് ദേവൻ MP നൽകിയത്. ചില